السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് യാസീനെ 6ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് എടുക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا ومن خلفهم صدا فأغشيناهم فهم لا يبصرون. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون.
وجعلنا من بين أيديهم سدا ومن خلفهم سدا ومن خلفهم صدا فأغشيناهم فهم لا يبصرون. ഇപ്പോൾ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു വിശുദ്ധ ഖുർആനെ പിടിച്ചു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാകുന്നു, സിറാത്ത് മുസ്തഖീമിൽ തന്നെയാണ്. ഈ ഖുർആൻ അവതരിപ്പിച്ചതാവട്ടെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അസീസും റഹീമുമായവൻ അവതരിപ്പിച്ച തന്നെയാകുന്നു ഈ ഒരു ഖുർആൻ. അതവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഖുർആനാണ് സത്യം. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഹക്കീമായ ഖുർആൻ തന്നെയാകുന്നു സത്യം. പ്രവാചകൻ തന്നെയാണ്, റസൂൽ തന്നെയാണ് എന്ന് അല്ലാഹു തആല ഉറപ്പിച്ചു പറഞ്ഞതാണ് നമ്മൾ കഴിഞ്ഞ 5 ആയത്തുകളിലായി പഠിച്ചത്. ഇനി എന്തിനാണ് അല്ലാഹു തആല റസൂലിനെ പറഞ്ഞയച്ചത്? അതാണ് ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലിതുൻദിറ, നബിയെ താങ്കൾ താക്കീത് ചെയ്യുവാൻ വേണ്ടി ആകുന്നു. ലിതുൻദിറ, ഇൻദാർ, നദീർ, താങ്കൾ മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ്. ഖൗമൻ, ഒരു ജനതക്ക് മുന്നറിയിപ്പ് നൽകുവാനാകുന്നു. മാ ഉൻദിറ ആബാഉഹും, മാ ഉൻദിറ താക്കീത് ചെയ്യപ്പെട്ടിട്ടില്ല. ആബാഉഹും, അവരുടെ പിതാക്കൾ, പൂർവികന്മാർ, അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് ലഭിച്ചിട്ടില്ല. അത്തരം ഒരു ജനവിഭാഗത്തിന് താക്കീത് ചെയ്യുവാനാണ് നബിയെ താങ്കൾ അയക്കപ്പെട്ടിരിക്കുന്നത്. ഫഹും ഗാഫിലൂൻ, അതിനാൽ അവർ അശ്രദ്ധരാകുന്നു. പൂർവികന്മാർക്ക്, പിതാക്കന്മാർക്ക് ഒരു താക്കീത് കിട്ടാത്തത് കൊണ്ട് തന്നെ അവരുടെ പിന്മുറക്കാരായി വന്നതിനാൽ അശ്രദ്ധരായി കഴിഞ്ഞു പോകുന്ന ഒരു തലമുറ, ഒരു ജനവിഭാഗം, ആ ജനവിഭാഗത്തിന് താക്കീത് ചെയ്യുവാനാണ് നബിയെ താങ്കൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. തുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അറബികളാണ്. നബി തങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്, ലോകത്തേക്ക് മൊത്തമുള്ളതാണ്. അതിൽ താക്കീത് ലഭിച്ചവരുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ നിൽക്കുന്നതിന് മുമ്പിലുള്ള പ്രബോധിതർ എന്ന് പറയുന്നത് അറബികളാണ്. അറബികളിലേക്ക് നിൽക്കുന്നതിന് ഒരു പ്രവാചകൻ ആ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. അതെ, ഒരു വിഭാഗം എന്ന് നിൽക്കണ്ട, എല്ലാവർക്കും താക്കീത് ഉണ്ടാവും. പക്ഷേ ഓരോ തലമുറക്കുണ്ടോ ചോദിച്ചാൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഖൗമ് എന്ന് നിലക്ക് നോക്കുമ്പോൾ വൈമിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ ലിക്കുല്ലി ഖൗമിൻ ഹാദ് തുടങ്ങിയ പ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്. എല്ലാ ഖൗമിനും ഒരു വഴികാട്ടിയുണ്ട്, ഏതൊരു ഉമ്മത്തിനും ഒരു നദീർ കഴിഞ്ഞു പോകാതെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിൽ അവർക്ക് ഇബ്രാഹിം നബിയുടെ ദൈവത്തോടുണ്ട്. എന്നാൽ അവിടെ പിതാക്കന്മാർക്ക് നയിക്കുന്ന നബി വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മളെ വാപ്പാർക്ക് നയിക്കുന്നതിന് ഒരു നദീർ ഖുർആനിൽ നിന്ന് കിട്ടി. എന്നാൽ നബി വന്നുകൊണ്ട് നയിക്കുന്നതിനെ പറഞ്ഞത് നമ്മോടില്ല. പക്ഷേ ഖുർആൻ ഉള്ളത് കൊണ്ട് ഖിയാമത്തിൽ അല്ലാഹു തആല ഖുർആൻ നിലനിർത്തി. നമ്മുടെ നദീർ അതാണ്. അപ്പോൾ ഇവിടെ പിതാക്കളിലേക്ക് അല്ലെങ്കിൽ തലമുറകളിലേക്ക് നയിക്കുന്ന നബി വന്നവിടെ പറഞ്ഞിട്ടില്ല. അവിടെ ഉള്ളത് ഇബ്രാഹിം നബിയുടെ ദൈവത്തിൻ്റെ ശേഷിപ്പാണ്, അതിൻ്റെ ബാക്കി പത്രങ്ങൾ. അതൊക്കെ എത്രയോ കാലങ്ങളായി അവിടുന്നൊക്കെ മാറ്റി കൊണ്ടുവന്ന് അവിടുന്നൊക്കെ ഒരുപാട് ബഹുദൂരം അവർ പുറകോട്ട് പോയിട്ടുണ്ട്. അറബികളെ വാദം എപ്പോഴും ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞത് ഇബ്രാഹിം നബി ഇസ്ലാം മുസ്ലിക്കായിരുന്നില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ടാണ്. അവർ ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണെന്ന് അവകാശപ്പെടുകയും കഅബ ഞങ്ങളുടെയാണ്, ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാർ ഞങ്ങളാണ് എന്നവർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തനുസരിച്ച് ജീവിക്കുന്ന ഒറ്റപ്പെട്ട ആളുകളൊക്കെ അന്നവിടെ ഉണ്ട് താനും. എന്നാൽ തലമുറകളായി ഒരു നബി വന്ന് അവർക്ക് നിൽക്കുന്ന താക്കീത് നൽകിയിട്ടില്ല. അതിനാൽ ശേഷം തലമുറകൾ അവർ ഗാഫിലീങ്ങളാണ്, അശ്രദ്ധരാകുന്നു. അതാണ് ആ ജനവിഭാഗത്തിൻ്റെ അവസ്ഥ. ഇത് അറബികൾ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഈ ആയത്ത് വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികളൊക്കെ പറയും മുഹമ്മദ് നബി അറബിയാക്കി മാത്രമാണ്, ഞങ്ങൾക്കുള്ളതല്ല. കാരണം പിതാക്കന്മാർക്ക് താക്കീത് കിട്ടാത്തവർക്കാണ് ഈ നബി വന്നത്. അപ്പോൾ ഞങ്ങൾക്കത് ബാധകമല്ല. ഞങ്ങൾക്ക് അവിടെ തൗറാത്തുണ്ട്, ഇഞ്ചിയിലുണ്ട്, ഞങ്ങൾക്ക് എല്ലാ താക്കീതും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നബി വിശ്വസിക്കേണ്ട ബാധ്യത ഇല്ല എന്നവർ പറയാറുണ്ട്. അപ്പോൾ അതേതായാലും ശരിയല്ല. മാത്രമല്ല ഖുർആനിൽ തന്നെ പല സ്ഥലത്ത് സമാനമായ ആയത്തുകൾ അല്ലാഹു തആല പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
അവിടെയൊക്കെ നബി എല്ലാവർക്കുമുള്ളതാണ് എന്ന് പൊതുവായി എടുത്തു പറഞ്ഞ ധാരാളം ആയത്തുകൾ കാണാനും കഴിയും. ഇനി റസൂലുള്ളാഹിയിലേക്കും ജമീഅ എന്ന് നബിയോട് അല്ലാഹു തആല പറയാൻ വേണ്ടി പറഞ്ഞതൊക്കെ അതേക്കുറിച്ച് ചേർത്ത് വായിക്കാം. അപ്പം അങ്ങനെ ഒരു വ്യാഖ്യാനം മുണ്ട് മനസ്സിലാക്കി വെക്കുക, അത് ശരിയല്ല. ഖുർആൻ എടുത്തു പറഞ്ഞു ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ, ലിതുൻദിറ ഉമ്മൽ ഖുറ, ഉമ്മുൽ ഖുറയെ മക്കയെ താക്കി ചെയ്യുവാനാണ് നബിയെ താങ്കൾ വന്നത്. വമൻ ഹൗലഹ, അതിന് ചുറ്റുമുള്ളവരെയും, ഉമ്മുൽ ഖുറയെയും അതിന് ചുറ്റുമുള്ളവരെയും എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മുൽ ഖുറയ്ക്ക് മാത്രമല്ല മക്കയ്ക്ക് മാത്രമല്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാകുന്നു. അതേപോലെ ജനങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് എല്ലാമുള്ള റസൂലാകുന്നു എന്ന് പറഞ്ഞത്. ഒമാർ സല്ലല്ലാഹു അലൈഹി റഹ്മത്തുൽ ആലമീൻ, ലോകർക്ക് മുഴുവനും റഹ്മത്തായിക്കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്, അതെല്ലാം മൊത്തത്തിലുള്ള അർത്ഥത്തെ കുറിക്കുകയും ചെയ്യുന്നു. എന്നാൽ നബിയുടെ മുമ്പിൽ നബികൾ നിയോഗിക്കപ്പെടുമ്പോഴുള്ള ഒന്നാമത്തെ പ്രബോധിതർ എന്ന് പറയുന്നത് അറബികളാണ്, മക്കത്തെ ആളുകളാണ്. അവരുടെ ഒരു രീതിയാണ് ഈ പറഞ്ഞത്. അവരെ പിതാക്കന്മാർക്ക് നേർക്ക് നേരെ താക്കീത് ലഭിച്ചിട്ടില്ല. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ, താക്കീത് നൽകപ്പെട്ടിട്ടില്ല ആബാഉഹും, അവരുടെ പിതാക്കൾ, അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് ലഭിച്ചിട്ടില്ല. ഫഹും, അതിനാൽ അവർ ഗാഫിലൂൻ, അവർ അശ്രദ്ധരാകുന്നു, ഗഫ്ലത്തിലാണ്. വഫല എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായി, അതിന് ഫായിലാണ് ഗാഫിൽ, ഗാഫിലൂന, അവർ അശ്രദ്ധരാകുന്നു. അത്തരം ഒരു വിഭാഗത്തിന് താക്കീ ചെയ്യുവാനാണ് നബിയെ താങ്കൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ അദാബിനെക്കുറിച്ചോ അള്ളാഹിനെക്കുറിച്ചോ ഒന്നുമുള്ള ബോധമില്ലാതെയാണവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് അവിടുത്തെ ഗാഫിൽ എന്നത്. ഫഹും ഗാഫിൽ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹിൻ്റെ അദാബിൽ നിന്ന് അവർ അശ്രദ്ധരാകുന്നു. അള്ളാഹിനെക്കുറിച്ച് അവർക്ക് ബോധമില്ല, പരലോക ബോധമില്ല. ആ നിലയ്ക്ക് അവരങ്ങ് താവഴിയായി ജീവിച്ചു പോവുക എന്നല്ലാതെ അതിനപ്പുറത്ത് കാര്യമായിട്ടൊന്നും അവരില്ല. അത്തരം വിഭാഗത്തിലെ താക്കീ ചെയ്യുവാനാണ് നബിയെ നിങ്ങൾ വന്നത്. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. എന്നാൽ ലഖദ് ഹഖൽ ഖൗലു, ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായിരിക്കുന്നു. ലഖദ് ഹഖൽ ഖൗലു എന്ന് പറഞ്ഞാൽ ലഖദ് വജബൽ അദാബ് എന്നാണ്. ഇമാം തബരിയൊക്കെ കൊടുക്കുന്ന അർത്ഥം അതാണ്. ലഖദ് വജബൽ അദാബ്, അദാബ് നിർബന്ധമായി, ശിക്ഷ നിർബന്ധമായിരിക്കുന്നു, ശിക്ഷക്ക് അർഹരായിരിക്കുന്നു. അതായത് അള്ളാഹുവിൻ്റെ അദാബുണ്ടെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുണ്ടാവും. ആ തീരുമാനത്തിന് അവർ അർഹരായി മാറിയിട്ടുണ്ട്. അതാണ് ഹഖൽ ഖൗലു പറയാൻ കാരണം. ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായിരിക്കുന്നു. ആർക്കെല്ലാം ആ ശിക്ഷ ഉണ്ടാവുക എന്ന് പടച്ച റബ്ബിൻ്റെ വചനമുണ്ട്, തീരുമാനമുണ്ട്. അതിൽ ഉൾപ്പെടാനുള്ള എല്ലാ യോഗ്യതയും അവർക്കുണ്ട്. അതിന് അവർക്ക് അദാബ് നിർബന്ധമാണ്. വജബൽ അദാബ്, അവർക്ക് അദാബ് നിർബന്ധമാണ്. കാരണം എന്താണ്? അവർ ഈമാൻ സ്വീകരിക്കുകയില്ല, സത്യം സ്വീകരിക്കുകയില്ല. അവർ മനസ്സൊക്കെ മാറി, സത്യം സ്വീകരിക്കാനുള്ള മനസ്സില്ല, അതിക്ക് വരാനുള്ള ഒരു പ്ലാനില്ല. അവർ മറ്റു പല വഴിക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ അവർ ശിക്ഷാർഹരാണ് എന്ന റബ്ബിൻ്റെ തീരുമാനം അവരുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട്. അതിനാൽ ഫഹും ലാ യുഅ്മിനൂൻ, ഫഹും അവർ ലാ യുഅ്മിനൂൻ, വിശ്വസിക്കുകയില്ല. അപ്പം ഭൂരിപക്ഷം ആളുകളും ശിക്ഷയ്ക്ക് അർഹരായവരാണ് ആ ജനവിഭാഗത്തിലുള്ളത്. അപ്പം മക്കത്തെ മുസ്ലിമീങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് അള്ളാഹു നബിയോട് നേരത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം അവർ മഹാഭൂരിപക്ഷം ആളുകളും ഹിദായത്ത് കിട്ടാവുന്ന വഴിയിൽ നിന്നൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അവരൊക്കെ നരകത്തിൻ്റെ വഴിയെ, ശിക്ഷയുടെ വഴിയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരിക്കലും ഇനി ഈമാൻ ഉൾക്കൊള്ളാൻ, വിശ്വാസം സ്വീകരിക്കാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അവരിൽ ഭൂരിപക്ഷം ആളുകളും അവർക്ക് ഈ വചനം യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഫഹും, അതിനാൽ അവർ ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. നബി എത്ര പറഞ്ഞാലും അവർ നബിയെ താൻ അംഗീകരിക്കാനൊന്നും ഭൂരിപക്ഷം തയ്യാറാവുകയില്ല എന്ന് നബിയോട് പഠിപ്പിക്കുകയാണ്. അവരൊക്കെ അവിടെ നാഗണ്ട് മാറും എന്ന് നബി വിചാരിക്കേണ്ട. ഇത്രയും വലിയ ഹക്കുമായി വന്ന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നാടൊന്നാകെ മാറി അവരൊക്കെ പാടെ നബിനെ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷ നബി നിങ്ങൾക്ക് വേണ്ട. തലമുറകളായി താക്കി നൽകപ്പെടാത്ത ഒരു ജനവിഭാഗമാണവർ. അവരൊക്കെ ആ പൂർവികന്മാരുടെ വഴിയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എങ്ങനെ അത് ഒഴിവാക്കും. അത് ലലാലത്തിൽ പല നിമിത്തങ്ങളുണ്ടാവും, ഹിദായത്ത് നിമിത്തങ്ങളുണ്ടാവും.
ഹിദായത്തും വെറുതെ കിട്ടൂല, ലൊലാഴത്തും വെറുതെ ആവൂല. അപ്പോൾ ലൊലാഴത്ത് ആർക്കെല്ലാം അത് അള്ളാഹ് നിശ്ചയിച്ച ചില നിമിത്തങ്ങളുണ്ട്. ഹിദായത്ത് ആർക്കെല്ലാം അതിനും നിമിത്തങ്ങളുണ്ട്. പല സ്ഥലത്തും കാണല്ലോ, ഇന്ന ആളുകൾ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. ഇന്നല്ലാഹു ലാ യഹ്ദി മൻ ഹുവ കാലിബുൻ ഗഫാർ, കാലിബുൻ ഗഫാറായ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. അപ്പോൾ ഹിദായത്ത് കിട്ടാതെക്കാൻ അതൊരു കാരണമാണ്. എന്നപ്പോൾ ലൊലാഴത്ത് കിട്ടാൻ ചില കാരണങ്ങളുണ്ടാവും. അല്ല വെറുതെ അല്ലാഹ് ഒന്നും വിശ്വസിക്കുക തീരുമാനിക്കല്ല. കുറച്ചാൾക്ക് വിശ്വസിക്കൂല, ഒരു കഥ നരകത്ത് കാണ്, ഇത് റബ്ബ് വെറുതെ തീരുമാനിച്ചതല്ല. അപ്പോൾ അങ്ങനെ ലൊലാഴത്തിൽ തന്നെ തുടരാൻ എന്തെല്ലാമാണോ നിമിത്തങ്ങൾ അതെല്ലാം ഇവരിലുണ്ട്. ഇപ്പം ഹക്ക് കിട്ടിയാൽ സ്വീകരിക്കണം എന്നൊരു മനസ്സ് അത് ഹിദായത്തിന് കാരണമാണ്. ഇവിടുത്തെ എത്ര പഴിച്ചു പോയവരാണെങ്കിലും സത്യത്തോട് കൂറുണ്ടാകുകയും സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കുകയും ചെയ്യണമെന്നൊരു മനസ്സ്. എന്നാൽ ചിലർക്കതല്ല, എത്ര വഴി സത്യമെന്ന് ബോധ്യപ്പെട്ടാലും എനിക്കത് വേണ്ട, ഓന ആ കണ്ട വഴി മതി എന്നുള്ള നിലപാട്. അത് രണ്ട് വഴികൾ തന്നെയാണ്. അതാണ് ഇവർക്ക് ഈ കൗല് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അത് ഹക്കാണ്, ഹക്കൽ കൗലു, ശിക്ഷയുടെ വചനം അവർക്ക് യാഥാർത്ഥ്യമായിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ അവർക്കിത് ഈമാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഹിദായത്തിലേക്ക് വരാൻ കഴിയില്ല. അവരുടെ നിലപാട് അങ്ങനെയാണ്. കാരണം ഒരു നബി വന്ന് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കണമെന്ന മനസ്സോ ഈ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് മടങ്ങാനുള്ള മനസ്സൊന്നും അവർക്കില്ല. അവരാ വഴി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. അത് അക്സർ. അപ്പോൾ അക്സർ അങ്ങനെ ആകുമ്പോൾ അല്ലാത്തവരുണ്ട്. മക്കത്തെ അറബികളിൽ അക്സർ ഇതാണ്. അപ്പോൾ ആ അക്സർ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു അക്കല്ലുണ്ട്. ആ അക്കല്ല് ഇങ്ങനെയല്ല, ഒരു സത്യം സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് നബികൾ വന്ന് പറഞ്ഞപ്പോൾ ചിലർ ആദ്യമേ സ്വീകരിച്ചു. അബൂബക്കർ സിദ്ദീഖ് ആദ്യം നില പ്രഖ്യാപിച്ചു. അതേപോലെ അലി നബി ത്വാലിബ് കുട്ടിയാണ്, എന്നാലും ആദ്യമേ സ്വീകരിച്ചു. അങ്ങനെ ആദ്യം വന്നവരുണ്ട്, ഏറ്റവും അവസാനം വന്നവരുണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ടും സ്വീകരിക്കാതെ അവസാനം വെച്ച് വന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഈ അക്സർ അല്ലാത്തൊരു അക്കല്ല് അവിടെ മറുഭാഗത്തുണ്ട് എന്നർത്ഥം. മാത്രവുമല്ല, ഇന്നാ ജഅൽനാ ഫീ അഅ്നാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ഇവർ ഇന്നാ ജഅൽനാ, അവർക്ക് നാം നിശ്ചയിച്ചിട്ടുമുണ്ട്, അലാ അഅ്നാഖിഹിം ഫീ അഅ്നാഖിഹിം, അവരുടെ പിരടികളിൽ. അഅ്നാഖ് പിരടി, കഴുത്ത്, ഉനുക്ക്. ഉനുക്ക് എന്നാൽ ഈ പിരടിക്കാണ് പറയാം. ഫീ അഅ്നാഖിഹിം, അവരുടെ പിരടികളിൽ നാം വെച്ചിട്ടുണ്ട് അഗ്ലാലൻ, ചില ചങ്ങലകൾ. അഗ്ലാൽ ചങ്ങലകൾ. ഗില്ല്, ഗില്ല് എന്നതിൻ്റെ ബഹുവചനമാണ് അഗ്ലാൽ. അവരുടെ പിരടികളിൽ ചങ്ങലകൾ ഇട്ടിട്ടുണ്ട്. ഫഹും മുഖ്മഹൂൻ, ഫഹിയ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ഫഹിയ, ആ ചങ്ങലകൾ ഇൽ അദ്ഖാൻ, താടിയെല്ലുകൾ വരെയുമുണ്ട്. അദ്ഖാൻ ദിഖ്ന്, ഇതാണ് ദിഖ്ന് അറിയാം. ഈ അടിഭാഗത്തെ താടിയെല്ലിനാണ് ദിഖ്ന് എന്ന് പറയുക. ബഹുവചനമാണ് അദ്ഖാൻ. അപ്പോൾ പെരടി കൂടി കണ്ട് തകലിട്ടിട്ട് താടിയെല്ലും കൂട്ടി അവരിങ്ങനെ ബന്ധിച്ചിരിക്കുന്നു. ഫഹും മുഖ്മഹൂൻ, അതിനാൽ അവർ തല ഉയർത്തിപ്പിടിച്ചവരാകുന്നു. മുഖ്മഹ് എന്ന് സാധാരണ അറബികളൊരു ഒരു പ്രയോഗമാണത്. ഒരു തിരിഞ്ഞും പറഞ്ഞ് നോക്കാൻ കഴിയാതെ ഒരാളിങ്ങനെ ഒരേ നൃത്തം നിൽക്കുകയാണെങ്കിൽ അതിനാണ് ഫഹുവ മുഖ്മഹ് എന്ന് അറബികൾ പറയുന്നുണ്ട്. ഫഹുവ മുഖ്മഹ്, അതായത് ഓന് തിരിഞ്ഞും പറഞ്ഞ് നോക്കൂല, താഴത്തേക്കും മേലക്കും നോക്കൂല, ഈ നൃത്തം അതിനാണ് ശരിക്ക് റാഫിഉൻ റഅ്സഹു, അതാണ് ശരിക്ക് മുഖ്മിഹുൻ റഅ്സഹു എന്നതിന് വിവക്ഷ. അപ്പോൾ അവർക്ക് ചങ്ങലക്കെട്ടുകളുണ്ട്. ആ ചങ്ങലക്കെട്ടുകൾ താടിയെല്ലാം കൂട്ടി ഘടിപ്പിച്ചവരെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തലങ്ങനെ കുത്തനെ പിടിച്ചിരിക്കുകയാണ്. അതൊരു പ്രയോഗമാണ്. അഥവാ മനീത് അതല്ല. അപ്പോൾ അവർ ഇതിൻ്റെ ഉദ്ദേശം വെച്ചാൽ അവർക്കൊരിക്കലും ഇനി എത്ര വലിയ ഹക്ക് അപ്പുറത്ത് വന്നാലും ആ ഹക്കിലേക്ക് തിരിഞ്ഞു നോക്കാനോ അതിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കാനോ കഴിയില്ല. ഒരുപാട് ചങ്ങലക്കെട്ടുകൾക്കുള്ളിൽ ബന്ധിതരാണവർ, അതിനുള്ളിലാണ് അവർ നിൽക്കുന്നത്. ഒരുപാട് ബ്ലോക്ക്, ഒരുപാട് ചങ്ങലകൾ, പല ബന്ധനങ്ങൾ. അതുകൊണ്ട് അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് വേണം ഇനി ഒരു സത്യം സ്വീകരിക്കാൻ. അത് കഴിയില്ല. നാടും നാട്ടേരും അതേപോലെ ഭൂരിപക്ഷവും അങ്ങനെ തുടങ്ങി പാരമ്പര്യവും ഇതൊക്കെ ചങ്ങലക്കെട്ടുകളാണ്. ഒരുപാട് അത് ഇന്നും എല്ലാ കാലത്തും ഉണ്ടാവും, ഇന്നുണ്ടാവും. ഇപ്പം ചില ആൾക്ക് ചില സംഗതികൾ ബോധ്യപ്പെട്ടാൽ പോലും
വരാൻ കഴിയില്ല. കാരണം ചങ്ങല കൊണ്ടിങ്ങനെ ബന്ധിച്ച പോരാനൊക്കെ പുതിയ. പക്ഷേ എന്താ ഇപ്പോൾ കാട്ടുക? അവിടെ വന്നാൽ പിന്നെ പ്രശ്നമാണ്, അവിടെ ഖബർസ്ഥാൻ പ്രശ്നമാണ്, നിക്കാഹ് പ്രശ്നമാണ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ചങ്ങലക്കെട്ടുകൾ സമൂഹത്തിലുണ്ടാകും. പാരമ്പര്യം പ്രശ്നമാണ്, കുടുംബം പ്രശ്നമാണ്, സ്ഥാനമാനങ്ങൾ അത് ചങ്ങലക്കെട്ടാണ്. അതേപോലെ നഷ്ടപ്പെടാവുന്ന ഒരുപാട് ദുന്യവിയായ സംഗതികൾ, അതൊക്കെ ചില ചങ്ങലക്കെട്ടുകൾ. അതൊക്കെ മനുഷ്യന് ഹക്കിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്തും. അതുകൊണ്ടാണ് അവനങ്ങനെ ചങ്ങലക്കെട്ടുകളുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവനെ പിരടികളിൽ ചങ്ങലകളുണ്ട്, അതാവട്ടെ താടിയെല്ലാം കൂട്ടി ബന്ധിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ തല കുത്തനെ പിടിച്ച്, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാകുന്നു അവൻ. അതിനാൽ അവനൊരിക്കലും ഇനി വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു ഫഹും മഗ്ലൂലൂന അൻ കുല്ലി ഖൈർ എന്നാണ്. എല്ലാ ഖൈറിൽ നിന്നും അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഖൈറും ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല. ഇപ്പം എങ്ങനെയാണോ പോണത് ആ പോക്കെങ്ങനെ പോവുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. മാത്രമല്ല വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. വജഅൽനാ നാം ഉണ്ടാക്കിയിട്ടുമുണ്ട് മിൻ ബൈനി ഐദീഹിം അവിടെ മുന്നിൽ സദ്ദൻ ചില മറകൾ, തടസ്സങ്ങൾ. സദ് അണക്കെട്ടിന് വരെ സദ് ഉപയോഗിക്കാം. അണക്കെട്ട് അതിന് സദ് എന്ന് പറയും. വലിയ വലിയ മതിലുകൾക്ക് സദ് എന്ന് പറയും. അപ്പം ദുൽഖർനൈനോട് പറഞ്ഞല്ലോ സദ്. അവിടെ വലിയ ഒരിക്കലും അപ്പുറത്തേക്ക് കാണാൻ കഴിയാത്ത, ഒരു നിലയ്ക്കും കടക്കാൻ പറ്റാത്ത വലിയ മറകൾ, അതിനാണ് സാധാരണ സദ് എന്ന് പറയും. വെറും മറല്ല. സാധാരണ ഒരു കത്തമിട്ടു അത് മറയാണ്, പക്ഷെ അത് സദ്ദല്ല. സദ് ഒരിക്കലും അപ്പുറത്തേക്ക് കടക്കാനോ കാണാനോ അവിടെയുള്ള ആളുകളുമായി ഇടപെടാനോ പറ്റാത്ത വിധം പൂർണ്ണമായും മറച്ചു വെക്കുന്ന വലിയ വലിയ മറകൾ, വലിയ മതിലുകൾ, വലിയ കെട്ടുകൾ, അതിനൊക്കെയാണ് സാധാരണ സദ് എന്ന് പറയുക. അപ്പോൾ ഇവർ വിശുദ്ധ ഖുർആൻ ദൈവികമാണ്, നബി അല്ലാഹു റസൂലാണ്, ഇത് വലിയ പ്രകാശമാണ്. പക്ഷെ ആ പ്രകാശമൊന്നും ഇങ്ങോട്ടെത്തുകയില്ല. ഇതിനും അവർക്കുമിടയിൽ ഒരു വലിയ അണക്കെട്ട് തന്നെ, ഒരു വലിയ മറ തന്നെ അവിടെ ഉണ്ട്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ, അവിടെ മുന്നിൽ മറയുണ്ട്. വമിൻ ഖൽഫിഹിം സദ്ദാ, അവിടെ പിറകിലും മറയുണ്ട്. അപ്പം രണ്ടു ഭാഗത്തും മറകൾക്കുള്ളിൽ, വലിയ വലിയ മതിലുകൾക്കുള്ളിലാണ് അവരുള്ളത്. അതോടൊപ്പം ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടത്. ഒരു നിലക്കും ഹക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനോ ആ ഹക്കിൻ്റെ എന്തെങ്കിലും ഒരു പ്രകാശം കിട്ടാൻ പോലുമോ അവർക്ക് ഒരു വകുപ്പുമില്ല. ആ നിലക്കാണ് അവരൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഫഅഗ്ശൈനാഹും, അങ്ങനെ അവിടെ നാം ഒന്നാകെ മൂടിപ്പൊതിഞ്ഞിരിക്കുന്നു. അഗ്ഷ പൊതിഞ്ഞു, കവർ ചെയ്തതാണ് അഗ്ഷ. ശരിക്കും വശിയ എന്നത് മൂടി ഇടുക, ഒന്നാകെ കവർ ചെയ്യുക, അതിനാണ് വശിയ. ഋഷാബത്ത് എന്ന് പറയും. ഒന്നാകെ മൂടുന്ന മൂടിക്ക് ഋഷാബത്ത് എന്നാണ് പറയുക. അപ്പം അവരെ നാം പൊതിഞ്ഞിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ, അതിനെ അവർ കാണുകയില്ല. ഫഹും അവർ ലാ യുബ്സിറൂന, അവർ കാണുകയില്ല. അപ്പം കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. അങ്ങനെ വലിയ മറകൾക്കുള്ളിലായിക്കൊണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ജനവിഭാഗമാണ് ആ അറബികൾ. ഏതാണ്ട് അതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മുടെ ഉമ്മത്തിൻ്റെയും അവസ്ഥ. ഇതേ അവസ്ഥ തന്നെയാണ്. മുന്നിലും മറ, പിന്നിലും മറ, അങ്ങനെ അപ്പുറത്ത് മഹല്ല് കമ്മിറ്റി, ഇപ്പുറത്ത് കുടുംബങ്ങൾ, അപ്പുറത്ത് ഭൂരിപക്ഷം സംഘടനകൾ എല്ലാം കൂടി ആയിട്ട് ഒരു നിലക്കും അനങ്ങാൻ പറ്റൂല. എന്ത് ചെയ്താലും പ്രശ്നം. ഒന്നെങ്കിൽ സംഘടന പ്രശ്നം വരും, അല്ലെങ്കിൽ നാട്ടിൽ പ്രശ്നം വരും, മഹലിന് പ്രശ്നം ഉണ്ടാകും, കുടുംബത്തിന് പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെടും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളിടയിലാണ്, ഒരുപാട് ചങ്ങലക്കെട്ടുകളുമായി, ഒരുപാട് വലിയ വലിയ മറകൾക്കുള്ളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി വേണം ഒരിക്കലും വെളിച്ചം കൊടുക്കാൻ. ആ വെളിച്ചം ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയില്ല. അവിടെ വലിയ വെളിച്ചം വരുന്നു, അതെന്താണെന്ന് നോക്കാൻ പോലും കഴിയാത്ത വിധം മനുഷ്യന്മാരിങ്ങനെ ഇതിനുള്ളിൽ നിൽക്കുകയാണ്. അതിനൊക്കെ പൊട്ടിച്ചിട്ട് വേണം ആളുകൾക്ക് രക്ഷപ്പെട്ട് ഒരു ഹക്കിലേക്ക് പോയി. പൗരോഹിത്യം അത് വലിയൊരു ചങ്ങലക്കെട്ടാണ്. ഭൂരിപക്ഷങ്ങൾ ചങ്ങലക്കെട്ടുകളാണ്. സ്ഥാനമാനങ്ങൾ ചങ്ങലക്കെട്ടാണ്. ചിലർക്ക് അത്രയുള്ള ഒന്നുമില്ല, ഒരു വിഷയമൊന്നുമില്ല, പക്ഷേ ഓ മഹല്ല് സെക്രട്ടറി, മഹല്ല് പ്രസിഡൻ്റാണ്, കാര്യങ്ങളെല്ലാം അറിയാം, എല്ലാ സംഗതി അറിയാം. പക്ഷേ എന്താ ഇപ്പോൾ കാട്ടുക? മഹല്ല് സെക്രട്ടറി ഞാനാണ്, പ്രസിഡന്റ് ഞാനാണ്, ഞാൻ മഹല്ല് കമ്മിറ്റിയിലുണ്ട്, അതുകൊണ്ട് എനിക്കെന്തായാലും ഇനിയിപ്പോൾ അതൊന്നും ആലോചിക്കാൻ പറ്റും, എപ്പോൾ ഈ പോണ പോക്കാണ്ട് പോട്ടെ എന്നറിയും. അതൊരു ഗില്ല്, ഒരു ചങ്ങലയാണ്.
അത് ഒരു മറയാണ്. ആ മറക്കുള്ളിലാകുമ്പോൾ പിന്നെ മറ്റേക്ക് പോകാൻ കഴിയില്ല. അപ്പം നീങ്ങാൻ കഴിയാതെ മുന്നിലും പിന്നിലും മറകൾ, തിരിഞ്ഞും മറിഞ്ഞ് നോക്കാൻ കഴിയാതെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് ഫഹും മുഖ്മഹൂൻ. അപ്പം ഈ നൃത്തം നിന്നിട്ട് ഇതിങ്ങനെ പോകാന്നല്ലാതെ വേറൊന്നുമില്ല. ഈ പോണ പോക്ക് എല്ലാവരും എന്താണ് പോണത്, അതിൻ്റെ കൂടെ അങ്ങനെ ഒഴുകി നീങ്ങാൻ പറ്റും. അതിനപ്പുറത്തേക്കൊന്ന് ഈ പോക്ക് ശരിയല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ വേറെ വഴിക്ക് തിരിഞ്ഞു പോകാനോ ഒന്നും കഴിയാത്ത വിധമാണ് ഈ അറബികളായ ആളുകളുള്ളത്. അവരെ താക്കീ ചെയ്യാനാണ് നബിയെ താങ്കൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഒന്നും ഓരോ കാര്യത്തിന് വേണ്ടാന്ന്. അത് ഇറങ്ങുമ്പോൾ ഇവരൊക്കെ ഒന്നാകപ്പെട്ട് ശരിയാകും, മൊത്തം കണ്ട് മാറി വരും, അബൂജഹലും അബൂലഹബ് അടക്കം ഒക്കെ ഉണ്ട്, ഇപ്പോഴും ലെവലാകും എന്നൊന്നും നബിയെ വിചാരിക്കേണ്ടതില്ല. അതാണ് വന്നപ്പോൾ ഉണ്ടായത്. അബൂജഹലും ഇവരൊക്കെ പറഞ്ഞെന്താണ്, ഇവിടെ അബൂജഹലും അബൂലഹബൊക്കെ ഉണ്ടാകുമ്പോൾ അതിനേക്കാളും വലിയൊരു നബിയാകാൻ പറ്റിയ വേറെ ആളോ അത് സംഭവിക്കാൻ പറ്റില്ല. അതാണ് അലീം. ഇവിടെ വലിയ വലിയ മനുഷ്യന്മാരല്ലേ, എന്താ ഓൽക്കൊന്നും ഈ വഹയി കിട്ടാതിരുന്നതാണ്. അതാണ് ഒരാൾക്കുള്ള മറ. അങ്ങനെ അല്ല നബിയെ പറഞ്ഞേക്കുകയാണെങ്കിൽ ഇവിടെ ഇതിനേക്കാളും വലിയ എത്ര കേമന്മാരുണ്ട്, അബൂജഹലുണ്ട്, അബൂലഹബുണ്ട്, അവരൊക്കെ ഉണ്ടായിരിക്കെ ഈ മുഹമ്മദിന് വഹയിട്ടെ അത് സമ്മതിക്കാൻ പറ്റില്ല. അബൂജഹലിനൊക്കെ അത് കിബിറായിരുന്നു. കരിഞ്ഞ് വിശ്വസിച്ചാൽ നബിൻ്റെ പിന്നെ പോയി നിൽക്കണം. അബൂജഹൽ വിശ്വസിച്ചാലും അബൂലഹബ് വിശ്വസിച്ചാലും നിൽക്കേണ്ടത് എവിടെയാണ്? നബിയുടെ പിറകിലാണ്. അത് നടക്കൂല. ഇത്രയും കാലം മുമ്പിൽ നിന്ന് ഞാനിപ്പോൾ ഓൻ്റെ ബാക്കിൽ പോയിക്കാനോ അതെങ്ങനെ ശരിയാവുമെന്ന്. മറ്റൊരിക്കോ നസാറാക്കൾക്കോ ഇതുവരെ വന്ന നബി ഇസ്ഹാഖ് പരമ്പരയിൽ നിന്നാണ്, ഇത് ഇസ്മായിൽ പരമ്പരയിൽ നിന്നാണ്, അതെങ്ങനെ ശരിയാവാന്ന് അവിടെ സ്വീകരിക്കൂല. ബാക്കിയൊന്നും ഒരു വിഷയമല്ല. ഇങ്ങനെ പല ഘടകങ്ങളാണ് തടസ്സമായ ആളുകൾക്ക് നിൽക്കുന്നത്. അത്തരമൊരു ജനവിഭാഗത്തെ താക്കീ ചെയ്യുവാനാണ് നബിയെ താങ്കൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ സമൂഹത്തെപ്പറ്റി ധാരണ ഒരു പ്രബോധകന് വേണം എന്ന് ഇത് മനസ്സിലാവും. നമ്മൾ ഒരു സ്ഥലത്ത് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ എന്താ പറയേണ്ടത്, എന്താ അവിടെ ആവശ്യം, അവിടുത്തെ ആളുകൾ എന്താണ്, മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെ അറിയാതെ പോയി പറഞ്ഞു പോന്നാൽ പറച്ചിൽ വാക്യാവുന്നല്ലാതെ ഒരു ഉൾക്കൊള്ളാൻ കഴിയില്ല. നബി ഞങ്ങൾ മുആദിനെ യമനിലേക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, മുആദിനെ പോണത് യമനിലേക്കാണ്. അവിടെ അഹ്ലു കിതാബാണ്, തൗറാത്തും ഇഞ്ചീലൊക്കെ കിട്ടിയ ആളുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവരോട് നീ അവരെത്തേണ്ടത് ഇങ്ങനെയാണ് എന്ന് നബി ഞങ്ങൾ മുആദിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രബോധകൻ തൻ്റെ പ്രബോധ സമൂഹത്തെ അറിയുക എന്നത് പ്രധാനമാണ്. ഒരു അങ്ങാടിയിൽ പ്രസംഗിക്കണ പോലെ അല്ല ഒരു പള്ളി ക്ലാസ് എടുക്കുമ്പോൾ. രണ്ടാണല്ലോ. ഒരു പള്ളി ക്ലാസ് എടുക്കുമ്പോൾ അത് കേൾക്കാനും പഠിക്കാനും തയ്യാറായി വന്നിരുന്ന മനുഷ്യന്മാരാണ്. അവരോട് നല്ലേക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു ജുമാ ഖുത്ബ നല്ലേക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അവിടെ വേറെ ഒച്ചമ്പഹളും വെല്ലുവിളിയും മറുപടിയൊന്നും ആവശ്യമില്ല. അത് കേൾക്കാനും പഠിക്കാനും തയ്യാറായി വന്ന് ഒതു ചെയ്ത് കയറി മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാരാണ്. അവർക്ക് നല്ലലേക്ക് കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. ഒരു അങ്ങാടി സ്ഥിരമായിട്ട് പ്രസംഗിക്കുമ്പോൾ അതല്ല, അവിടെ എല്ലാ ടൈപ്പ് ആളുകളുമുണ്ട്, അവർക്കെല്ലാം അത് ബോധ്യപ്പെടേണ്ടത്. അതുപോലെയല്ല ഒരു മറുപടി പ്രസംഗമാകുമ്പോൾ, അതുപോലെയല്ല ഒരു വാദപ്രതിവാദമോ മുഖാമുഖമാകുമ്പോൾ, അതൊക്കെ ഓരോന്നിനനുസരിച്ച് മാറും. പ്രബോധിതരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരു പ്രബോധകൻ ഒരു കാര്യം നിർവഹിക്കുക. അപ്പം നബിയോടല്ല പറഞ്ഞു കൊടുക്കുകയാണ്, എന്താ നബി നിങ്ങൾ പോണ നാട്ടിൻ്റെ അവസ്ഥ, ആ നാട്ടിൽ ഈ വിഷയത്തിൽ അവരുടെ സാഹചര്യം ഇതാണ്, അതുകൊണ്ട് അവിടെ എത്ര പ്രതീക്ഷ വെക്കാം, എന്താ റിസൾട്ട് ഉണ്ടാവുക എന്നൊക്കെ ഏതാണ് ധാരണ ഇതിന് കിട്ടും. എന്നാലോ ഒട്ടും പ്രതീക്ഷ ഇല്ലാതെയാണോ? അല്ല, അക്സറെ അങ്ങനെ ഉള്ളൂ. അല്ലാത്തവർ അതിനൊക്കെ അപ്പുറത്തേക്കും പോരാൻ തയ്യാറുണ്ടാകും എന്നൊരു പ്രതീക്ഷയും അതിലുണ്ട്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون
إنا جعلنا في أعناقهم أغلالا فهي إذا الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. سبحانك اللهم. السلام عليكم ورحمة الله.